ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായ എവരുമേ, ദൈവമുമ്പാകെ നമുക്കൊരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ ദൈവം നൽകിയ അനുഗ്രഹീതമായ നിമിഷത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ വ്യത്യസ്തമായ വഴികളിൽ കൂടി നടക്കുകയും വ്യത്യസ്തമായ വഴികളെ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ്. ഇടുങ്ങിയ വഴിയും വിശാലമായ വഴിയും എന്ന് രണ്ട് വഴികളെക്കുറിച്ച് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. ഈ വിശാലമായ വഴിയും ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്രയിൽ നമുക്ക് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ ചോദ്യം. ഒരിക്കൽ ഒരു മനുഷ്യൻ മരിച്ചു. അതിന് നമ്മൾ കാണുന്നുണ്ട്, ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകണമോ നരകത്തിലേക്ക് പോകണമോ എന്നുള്ളൊരു ആശയം അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്നതിനെ മരിച്ച ശേഷം ആത്മാവിനെ സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, യാത്രയെ മാലാഖമാർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ആളിനോട് മാലാഖ ചോദിച്ചു, ഞാൻ കണ്ണുക്കുന്ന സ്ഥലം പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഈ ആത്മാവിനെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ അല്ലെങ്കിൽ മാലാഖമാർ പോവുകയാണ്. അവർ ആദ്യം നോക്കിയപ്പോൾ ഇടുങ്ങിയ ഒരു സ്ഥലത്തിലേക്ക്, കയറുവാൻ കഴിയാത്തൊരു സ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാൻ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, അവിടേക്ക് പോകണ്ട, കാരണം അവിടെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഇടുങ്ങിയ സ്ഥലമാണ്, അകത്തേക്ക് പ്രവേശിക്കുവാൻ പ്രയാസമായൊരു സ്ഥലം, അവിടേക്ക് പോകണമോ എന്ന് ചിന്തിച്ച് അവർ അവിടേക്ക് ചെന്നപ്പോൾ കാണുന്നത് അവിടെ വളരെ ശാന്തതയോടുകൂടി ഒരു അനുഭവം, വളരെ ശാന്തമായൊരു അനുഭവം. ഇതിന് പക്ഷെങ്കിൽ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ മരിച്ച ആളിന് സന്തോഷകരമായി തോന്നിയില്ല. അദ്ദേഹം പറയുകയാണ്, നമുക്ക് അടുത്ത സ്ഥലം കൂടി സന്ദർശിക്കാം. അങ്ങനെ അവർ നരകത്തിൻ്റെ വാതിൽ കൂടി സന്ദർശിക്കുവാനായി പോവുകയാണ്. നരകത്തിൽ ചെന്നപ്പോൾ എന്താണ് ആർത്തുല്ലസിക്കുന്ന അനുഭവം. ഈ ആത്മാവ് എന്ത് ചെയ്ത് പറയുന്നത്, ഈ ആത്മാവ് നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തു. പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്, അവൻ ചെന്നു നരകത്തിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് ബോധ്യമാകുന്നത്. അവൻ പറയുകയാണ്, അപ്പോൾ മാലാഖമാരുടെ പറയുകയാണ്, അല്ലയോ മാലാഖയെ, അല്ലയോ ആത്മാവ്, എന്നെ ഇവിടുന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ സ്വർഗത്തിലെ മാലാഖ ഈ ആത്മാവോട് പറയുകയാണ്, നിനക്ക് തിരഞ്ഞെടുക്കാൻ സമയമുണ്ടായിരുന്നല്ലോ, നിന്നെ ഇടുങ്ങിയ വാതിലും വിശാലമായ വഴിയും കാണിച്ചു, നിനക്ക് വിശാലമായ വഴി മതിയായിരുന്നു, അതൊന്ന് തിരഞ്ഞെടുത്തു. പക്ഷെങ്കിൽ ഇനിയും അനുഭവിക്കുവാൻ നിനക്ക് യോഗ്യതയുണ്ട്, നീ വിശാലമായ അനുഭവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഞാനത് പറയാനുള്ള കാരണം, മനുഷ്യൻ എങ്ങനെയാണ് അവൻ ഏറ്റവും സുഖമെന്ന് തോന്നുന്നതും സന്തോഷവും തോന്നുന്നതുമായ വഴികൾ തിരഞ്ഞെടുക്കുന്ന അനുഭവം മനുഷ്യ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ വഴികൾ അവൻ ആദ്യമായി പോകുമ്പോൾ നല്ലതായി തോന്നാം, പക്ഷെങ്കിൽ അവൻ്റെ വഴികൾ പിന്നീട് അവന് പ്രയാസകരമായി തോന്നാം. ബൈബിൾ പ്രസംഗവാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, ആദ്യം നന്നായി തോന്നും, പക്ഷെ പിന്നീട് അതിൻ്റെ അവസാനമോ ദുഃഖകരമത്രേ. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതെങ്ങനെയായിരിക്കണം, സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ, നല്ല വഴി വേണോ ഇടുങ്ങിയ വഴി വേണോ, ഈ വഴിയുടെ തിരഞ്ഞെടുപ്പ് മനുഷ്യ ജീവിതത്തിൻ്റെ അവൻ്റെ ചിന്തയാണ്. നാമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് വഴി വേണം. ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്ത ഒരു അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. ആ വേദഭാഗം നമ്മൾ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ഇതിൻ്റെ മുഖവരിയായി ഞാൻ ഇപ്രകാരം പറഞ്ഞത്. ആ വഴി മറ്റൊന്നുമല്ല, വിശുദ്ധ വേദ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗത്ത് കാണുന്ന ആ വഴിയെക്കുറിച്ച് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കായീൻ്റെ വഴി എന്ന് പറയും. കായീൻ്റെ വഴി എന്നാ, കായീൻ്റെ വഴിയെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വേദപുസ്തകത്തിലെ സുന്ദരമായ ഒരു ചിന്തയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദൈവ സൃഷ്ടിയും മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലും മനുഷ്യനെക്കുറിച്ച് ദൈവവുമായി ഒരുമിച്ച് ജീവിക്കുന്ന അനുഭവമൊക്കെയുള്ള ഒരു സന്തോഷപ്രദമായ അനുഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 1-ാം അധ്യായം മുതൽ കാണുന്ന ചില ചിന്തകൾ. ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും അവരെ മനോഹരമായി ഏദൻ തോട്ടത്തിലാക്കുകയും ചെയ്തു. പക്ഷേ പാപം ചെയ്തു, കുറവുകൾ വന്നു, അവർ രണ്ടുപേരെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിത്രം അവിടെയാണ്. ഏദൻ തോട്ടത്തിൽ നിന്നും കർത്താവ് ആദമിനെയും ഹവ്വയെയും ശിക്ഷിച്ച് പുറത്താക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന രംഗം. അവിടെ കാണുന്നത് ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് കായീനും ഹാബേലും. അപ്പോൾ കായീനെയും ഹാബേലിനെയും കുറിച്ച് വ്യക്തമായി നമുക്കറിയാവുന്ന ചില ചിന്തകളാണ്. എന്താ വേദഭാഗത്ത് പറയുന്നത്, ഹവ്വയെ ആദവും ഹവ്വയും ഒന്നു ചേർന്ന് അവർക്ക് ദൈവം പുത്രനെ അല്ലെങ്കിൽ പൈതങ്ങളെ നൽകി.
വേദഭാഗത്ത് പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നു, ആദമും ഹവ്വയും എന്തു ചേർന്നു? അവർ ഒന്നായി ചേർന്ന് ദൈവസന്നിധി ഒന്നായി ചേർന്നു. കുറ്റങ്ങൾ വന്നുപോയി, കുറവുകൾ വന്നുപോയി, എങ്കിലും അവരൊന്നായി ചേർന്നപ്പോൾ ദൈവം അവർക്ക് സന്താനങ്ങൾ നൽകി. അങ്ങനെ ദൈവം നൽകിയ 2 സന്താനങ്ങളാണ് കായീനും ഹാബേലും. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് കായീനും ഹാബേലും ഇരട്ടപെറ്റ മക്കളെ പോലെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവം, ഒരു നല്ല കുടുംബത്തിൻ്റെ അനുഭവം, നല്ല കുടുംബത്തിൻ്റെ ചിത്രം നമ്മളിവിടെ കാണുന്നു. കായീനും ഹാബേലും ആദമും ഹവ്വയും ഒക്കെയായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവം നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രത്തിലേക്കാണ് കായീൻ്റെ വഴി എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത്. എന്താണ് അവിടെ കാണുന്നത്? കുറേ നാൾ കഴിഞ്ഞു, 2 പേരും യുവാക്കളായി വളർന്നു വരികയാണ്. അങ്ങനെ യുവാവായി കഴിഞ്ഞപ്പോൾ ഹാബേലും കായീനും ഹാബേലും സഹോദരങ്ങളായി സന്തോഷത്തോടെ കഴിയുന്നു. അവരങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നുണ്ട് 2 പേരും വളർന്നു, അവർ ഓരോ പ്രൊഫഷനിലേക്ക് പോയി. കായീൻ ഒരു കർഷകനും ഹാബേൽ ഒരു ഇടയനുമായി മാറ്റപ്പെട്ടു. 2 പേരും തൊഴിലെന്താണ്? കായീനൊരു കർഷകനായി മാറി, ഹാബേൽ ഒരു ഇടയനായി മാറി. ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം ഹാബേൽ കായീനും ഹാബേലും ദൈവത്തിന് ബലി നൽകുവാനായി പോവുകയാണ്. ദൈവത്തിന് ബലി നൽകുവാനായി അവർ 2 പേരും കൂടെ പോകുന്നു. ഒരു പക്ഷെങ്കിൽ സന്തോഷത്തോടെയാകാൻ പോകരുത്. ഭവനത്തിൽ നിന്ന് അവർ പോയത് അപ്പൻ്റെ അമ്മയുടെ അനുവാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതാ ബലിയർപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് യഹോവയ്ക്ക് ബലിയർപ്പിക്കുവാൻ 2 പേരും കൂടി യാത്രയാകുന്നു. 2 പേരും ബലിയും അർപ്പിച്ചു. എന്താ കാണുന്നത്? കായീൻ തൻ്റെ ഫലവൃക്ഷാദികൾ ദൈവത്തിന് ബലിയർപ്പിച്ചു. ഹാബേലോ തൻ്റെ ഏറ്റവും ആട്ടിൻകൂട്ടത്തിലുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ആടിനെ ഹാബേൽ ദൈവത്തിന് ബലിയർപ്പിച്ചു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കായീൻ്റെ ആണോ ഹാബേലിൻ്റെ ആണോ ബലിയിലാണ് ദൈവം പ്രീതനായത്? വ്യക്തമായ ബൈബിൾ പറയുന്നു, കായീൻ്റെ ബലിയിൽ ദൈവം പ്രീതനായില്ല, ഹാബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി. എന്താ സംഭവിച്ചത്? കായീൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല, ഹാബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി. കാരണം ഒരു പക്ഷെങ്കിൽ കായീൻ അർപ്പിച്ചതിനെക്കാട്ടും ഏറ്റവും ശ്രേഷ്ഠമായ ബലി ഹാബേലിൻ്റെതായിരിക്കണം. ഇത് ദൈവം അംഗീകരിച്ചു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ കാണുന്ന വ്യത്യസ്തതയിലേക്ക് പോകുന്നത്. അതുവരെയും ഉണ്ടായ സന്തോഷ അനുഭവം എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. 2 പേർക്കും തമ്മിൽ ശത്രുതയായി, 2 പേരും തമ്മിൽ ബദ്ധവൈരികളായി മാറുകയാണ്. പക്ഷെങ്കിൽ ഇവിടെ കാണുന്നില്ല. പക്ഷേ അങ്ങനെ അവർ വീണ്ടും അവരുടെ മനസ്സിൽ വൈരാഗ്യബുദ്ധി ഉണ്ടാകാം. ഹാബേലിൻ്റെ മനസ്സിലല്ല, കായീൻ്റെ മനസ്സിൽ എന്തുണ്ടായി? വൈരാഗ്യബുദ്ധി ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ കായീൻ ഹാബേലിനെ വിളിച്ചുകൊണ്ട് തോട്ടിൽ അല്ലെങ്കിൽ വെളിമ്പ്രദേശത്തേക്ക് പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? അവർ തമ്മിൽ വാക്കേറ്റമായി. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കായീൻ ഹാബേലിനെ കൊന്നു. സ്വന്തം അനുജനെ കായീൻ ഹാബേലിനെ കൊന്നു. എന്താ പറ്റിയത്? അവൻ്റെ മനസ്സിലുണ്ടായ പകയുടെയും വിദ്വേഷത്തിന് ഫലമായി സ്നേഹത്തിൽ പോയിരുന്ന സഹോദരങ്ങൾ തമ്മിൽ എന്തുണ്ടായി? പകയുടെയും പിണക്കത്തിൻ്റെയും അനുഭവത്തിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ബലിയിൽ പ്രീതനായ ഹാബേലിനെ കായീൻ കൊല്ലുകയാണ്. അങ്ങനെ കൊന്ന ശേഷം തിരിച്ചു വരുമ്പോൾ അവനോട് ദൈവം ചോദിക്കുകയാണ്, കായീനെ, നിന്റെ സഹോദരൻ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണ് എന്ന് കായീനോട് ദൈവം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ സഹോദരൻ എവിടെ? എന്താണ് ഉത്തരം? കായീൻ പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? കായീൻ ദൈവത്തോട് പറയുകയാണ്. എന്താണ് പറ്റിയത്? കായീനെ ദൈവം ശപിച്ചു. കായീനെ ദൈവം ശപിച്ചു എന്ന് പറഞ്ഞത് എന്നാ? നീ മണ്ണിൽ നിന്ന് കരയുന്നു, അവൻ്റെ രക്തം എന്നോട് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് കായീനെ ദൈവം ശപിച്ചപ്പോൾ കാണുന്നുണ്ട്, കായീൻ ശാപഗ്രസ്തനായി പോവുകയാണ്. ഈ ഒരു ചിത്രമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? കായീനും ഹാബേലും സഹോദരങ്ങളല്ലേ? ദൈവത്തിൻ്റെ ബലിയിൽ 2 പേർക്കും ഒരുപോലെ ബലിയർപ്പിച്ചു. ദൈവം ആരുടെ ബലിയിൽ പ്രതിപ്പെട്ടാലും തങ്ങളുടെ സഹോദരൻ്റെയാണ് ചിന്തിക്കുവാൻ കഴിയാത്തൊരനുഭവം. അങ്ങനെ സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കുമ്പോൾ പറയുന്നത് തന്നെ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? എത്രമാത്രം മാറ്റപ്പെട്ട അനുഭവം! ഇതാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് കായീൻ്റെ വഴി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പറയാനുള്ള കാരണം എന്നാണ്? മനുഷ്യൻ്റെ വഴികൾ പലപ്പോഴും അവൻ തിരഞ്ഞെടുക്കുന്നതാണ്. കായീൻ തിരഞ്ഞെടുത്തതാണ് അവൻ്റെ വഴി, ആ ദൈവം നൽകിയ വഴിയല്ല. ഹാബേലിനെ സ്നേഹിക്കുകയും ഒരുപോലെ പോവുകയും ചെയ്യേണ്ട കായീൻ എന്ത് ചെയ്തു? അവൻ്റെ വഴി തിരഞ്ഞെടുത്തു. ആ വഴി എന്തായിരുന്നു? നാശകരമായ വഴിയായിരുന്നു. സഹോദരനെ കൊല്ലുവാൻ പക്കമുള്ള
അനുഭവത്തിലേക്ക് കായീൻ പ്രവേശിച്ചു. ഇവിടെ നമ്മൾ കാണുന്നൊരു ചിന്ത എന്താണ്? കായീൻ്റെ ഹൃദയത്തിൻ്റെ ചില ആശയങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. എന്തായിരുന്നു കായീൻ്റെ ചിന്ത? കായീൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹൃദയമാണല്ലോ നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ മനസ്സാണല്ലോ, മനസാക്ഷിയും ഹൃദയവും ഒക്കെ ജീവിതത്തിൽ നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നതാണ്. കായീൻ്റെ ഹൃദയത്തും കഠിനമുള്ള ഹൃദയത്തെക്കുറിച്ച് പറയാണല്ലോ, ഹൃദയമാണല്ലോ നമ്മൾ പലപ്പോഴും അത് പറയാറുള്ളത്. ഹൃദയം ശാന്തതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ചിന്ത എന്തായിരിക്കുമോ അതായിരിക്കും മനുഷ്യൻ്റെ പ്രവൃത്തി. ഇവിടെ കായീൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ 2-3 ആശയങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. കായീൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത്, ഒന്നാമതായി അവൻ ഹാബേലിനെ കൊന്നു. അതിന് കാരണം പറയുന്നത് കായീൻ്റെ ഹൃദയം എന്തായിരുന്നു? അവൻ വിശ്വാസമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. വിശ്വാസമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു കായീൻ. അതിന് കാരണം എന്താണ്? ദൈവം രണ്ടുപേരെയും സഹോദരങ്ങളായി നിർമ്മിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിച്ചു. അവരെ ഒരുപോലെ നിയമിച്ചു, ഒരുപോലെയാക്കി. പക്ഷെങ്കിൽ കായീൻ്റെ മനസ്സിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അനുഭവമില്ലായിരുന്നു. അല്ല, വിശ്വാസിയായ മനുഷ്യനായിരുന്നുവെങ്കിൽ, അവൻ ബിലീവ് ചെയ്യുന്ന ദൈവം വിശ്വസിച്ച മനുഷ്യനായിരുന്നെങ്കിൽ, ഒരുപക്ഷെങ്കിൽ സഹോദരൻ്റെ ബലിയെ കൈക്കൊണ്ടപ്പോൾ അവനെന്ത് ചെയ്തേനെ? അവൻ ശ്രേഷ്ഠകരമായി അതിനെ കണ്ടേനെ. സഹോദരൻ്റെ ബലിയിൽ ദൈവം പ്രീതനായെങ്കിൽ, അവൻ്റെ ബലി സന്തോഷകരമായി തീർന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കണ്ടേനെ. പക്ഷെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തെക്കുറിച്ച് തെറ്റായ വിശ്വാസമുണ്ടായി. ഈ വിശ്വാസത്തിൻ്റെ കാരണപരമാകാം അവൻ ഹാബേലിനെ കൊല്ലുവാൻ ഇടയായത്. നല്ല കുടുംബമല്ലേ? നമ്മൾ കാണുന്നുണ്ടല്ലോ, ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബം നല്ല കുടുംബമായിരുന്നു. ദൈവം അനുഭവം കുറ്റം ചെയ്തെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്ന അനുഭവിക്കുന്ന സന്തോഷിച്ച അനുഭവമായിരുന്നു. പക്ഷേ എന്തുപറ്റി? ആ നല്ല കുടുംബത്തിൻ്റെ അനുഭവം ഈ ഒരു വിശ്വാസമില്ലായ്മയുടെ ഫലമായി കായീൻ തകർക്കുകയാണ്. ഇതാണ് കായീൻ്റെ വഴി. സന്തോഷകരമായി പോകുന്നൊരു കുടുംബം, സന്തോഷകരമായി ജീവിക്കുന്ന അനുഭവം എന്തു ചെയ്യാം? പെട്ടെന്ന് തകർത്ത് തരിപ്പണമാകുവാൻ ഒരു മനുഷ്യന് ചിന്ത മതി. കായീൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പരാജയം ഇതാണ്. സന്തോഷത്തിൻ്റെ അനുഭവത്തെ എന്തു ചെയ്തു? തച്ചുടച്ച് തകർത്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ കായീൻ്റെ വഴി വിശ്വാസമില്ലാത്ത ഹൃദയം ഓർത്തിരിക്കുക. അത് പലപ്പോഴും അസ്വസ്ഥതകളിലേക്ക്, പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ദൈവത്തിൽ വിശ്വസിക്കുക. അവിടെ പറയുന്നത്, നീ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. ഇത് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു വിശ്വാസ അനുഭവം ഉണ്ടാകണം. വിശ്വാസമില്ലാത്ത ഹൃദയത്തിനുടമയ കായീൻ എന്തു ചെയ്തു? സഹോദരനെ കൊല്ലുവാൻ മടിച്ചില്ല. സഹോദരന് വേണ്ടി ജീവിതം നയിക്കേണ്ട ആ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, ഇളയ സഹോദരനെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാകാം. ദൈവം അവനെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ മറന്നുകൊണ്ട് അവൻ പോയി, അതുണ്ടായി. പക്ഷേ ദൈവം അവൻ്റെ ബലി കൈക്കൊണ്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളത് ശാന്തമായി ചിന്തിക്കുവാൻ കായീന് കഴിഞ്ഞില്ല. ശാന്തമായി ചിന്തിക്കണമായിരുന്നു കായീൻ. എന്തുകൊണ്ടാണ് എൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത്? അങ്ങനെ അവൻ ശാന്തമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവന് മറുപടി ലഭിക്കുമായിരുന്നു. ആ മറുപടി ലഭിക്കുവാൻ കഴിയാത്തത് എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആ ഒരു ചിന്ത അവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതുകൊണ്ടാകാം. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ ഈ വഴിയെ കായീൻ്റെ വഴി എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവിശ്വാസമില്ലാത്ത ഹൃദയത്തിനുടമയായ കായീൻ എന്ത് ചെയ്തു? തെറ്റിലേക്ക് വീഴുവാൻ, ഒരു വലിയ പാപം ചെയ്യുവാൻ അവന് ഇടയായി തീർന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയത്തിലും വിശ്വാസത്തിന് അനുഭവമില്ല എങ്കിൽ, ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ കാക്കുന്നു, ദൈവം എനിക്കുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കും പലവിധ തെറ്റുകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയാകും. അതുകൊണ്ട് ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത്, അത് ദൈവത്തെ തിരസ്കരിക്കുന്നതിനും ദൈവത്തെ മനസ്സിലാക്കാതെ പോകുന്നതിനും തുല്യമാണ്. വിശ്വാസികളായി വളരുക, വിശ്വാസത്തോടുകൂടി ദൈവത്തെ കാണുക. വിശ്വാസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, ഈ കായീൻ്റെ വഴിയിൽ നമ്മൾ കാണുന്നത്, ഒന്നാമതായി ആ വഴി തിരഞ്ഞെടുക്കാൻ അവനിടയായത് വിശ്വാസമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. വിശ്വാസമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായി കായീൻ മാറിയതോട് എന്ത് പറ്റി? ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. അതുകൊണ്ട് വിശ്വാസമുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്താണ്? എങ്ങനെയെങ്കിലും നമ്മൾ കാണുന്ന പല വിശ്വാസവും ഇന്ന് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് തട്ടിക്കൂട്ടലായി മാറുകയാണ്. എങ്ങനെ സുഖിപ്പിച്ച് നിർത്താം? ദൈവത്തിനാൽ സുഖിപ്പിക്കുവാൻ കഴിയില്ല. സുഖിപ്പിച്ച് പറയുമ്പോൾ ഒരു കഥയുണ്ട്.
ഒരമ്മച്ചി സ്ഥിരമായി പള്ളിയിൽ പോകും. അമ്മച്ചി സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ഒരു അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് തിരിച്ചു വന്ന് അവിടെ ഗിവറേസയുടെ പടം ഒരു പടം വെച്ചിട്ടുണ്ട്. ഈ അമ്മച്ചി വന്ന് എന്ത് ചെയ്യും? ഈ ഗിവറേസയുടെ മുഖത്തും ഈ പാമ്പിനെയും തൊട്ട് വന്നിച്ചു പോകും. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. കുറേ നാൾ കഴിഞ്ഞു സ്ഥിരമായി ഇത് കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ അമ്മച്ചിയുടെ ദിവസം അമ്മച്ചി പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് ഈ പാമ്പിനെയും ഗിവറേസയും തൊട്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ ഒരാൾ വന്ന് ചോദിച്ചു, എന്തിനാണ് അമ്മച്ചി, ഞാൻ സ്ഥിരമായി കാണുന്നുണ്ടല്ലോ അമ്മച്ചി പാമ്പിനെയും ഗിവറേസയും തൊട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അപ്പോഴേ അമ്മച്ചി പറഞ്ഞൊരു മറുപടി അമ്മച്ചി പറയുകയാണ്, മകനെ, നിനക്കറിയില്ല. ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ ലോകജീവിതത്തിൽ സ്വർഗത്തിലാണോ പോകുന്നത് നരകത്തിലാണോ പോകുന്നത് അറിയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ ഗിവറേസ് അതോടെ കാണും. അഥവാ ഞാൻ നരകത്തിലാണ് പോകുന്നതെങ്കിൽ പാമ്പ് അവിടെ കാണും. അവർ രണ്ട് ഭാഗത്ത് ചെന്നാലും എനിക്കൊരു കുഴപ്പം ഉണ്ടാകരുത്. ഇതാണ് പലരുടെയും വിശ്വാസം, പലരുടെയും പ്രാർത്ഥനയും ഇങ്ങനെയാണ്. ഒരു കുഴപ്പവും ഉണ്ടാകാതെ സുഖിപ്പിച്ച് നിർത്താം. ദൈവത്തിന് സുഖിപ്പീരാവശ്യമില്ല. ദൈവത്തിന് സുഖിപ്പീരല്ല, ദൈവ വഴികളെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ വഴികളെ അറിയുന്നവനെ ദൈവം അറിയുന്നു, എന്നെ അറിയുന്നവനെ ഞാൻ അറിയുന്നു, അവൻ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലാത്ത ഹൃദയത്തിനുടമയായി മാറാതെ പൂർണ്ണമായ ദൈവവിശ്വാസിയായി മാറുവാൻ ഈ കായിൻ വൃക്ഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. കായിൻ്റെ വഴിയുടെ ആ വഴി തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാന കാരണം വിശ്വാസമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, ഈ കായിൻ്റെ വഴിയിൽ എന്തുകൊണ്ടാണ് ഈ കായിന് വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളത് രണ്ടാമതായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് രണ്ടാമത്തെ കാരണം അനുതാപമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു കായിൻ. അനുതാപമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു കായിൻ. എന്താ അനുതാപം? ചെയ്ത പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക, ചെയ്ത കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുക, ആ കുറവുകളെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ആ കുറവിനെക്കുറിച്ച് പൂർണ്ണമായി ചിന്തിക്കുക. പത്രോസ്, അവൻ ക്രിസ്തു ഒന്ന് നോക്കിയപ്പോൾ അവൻ പശ്ചാത്തപിച്ച് പുറത്ത് പൊട്ടിക്കരഞ്ഞു. ദൈവം അവനെ കൈക്കൊണ്ടു. വലതുഭാഗത്തെ കള്ളൻ എന്ന് പറയുന്നത് കാണുന്നല്ലോ. കള്ളൻ ദൈവത്തോട് ക്രൂശിക്കപ്പെട്ടവൻ, വലിയ പാപം ചെയ്തവൻ, വലിയ പാപത്തിന് വേണ്ടി അവൻ ക്രൂശിതനായി. പക്ഷെങ്കിൽ കാൽവറിയിൽ അവൻ എന്ത് ചെയ്തു? അനുതപിച്ചു. കർത്താവേ, ഞാൻ പാപിയാകുന്നു, നീയോ കുറ്റം ചെയ്യാത്തവനാണ്, അതുകൊണ്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. പക്ഷെങ്കിൽ യൂദയോ എന്തു ചെയ്തു? അവൻ യേശു പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുറത്തു പോയി അവൻ പശ്ചാത്തപിക്കുന്നതിന് പകരം കെട്ടിത്തൂങ്ങിച്ചത്തു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, യൂദ അനുതപിച്ചിരുന്നെങ്കിൽ പത്രോസിനോടൊപ്പം അവൻ നിൽക്കാമായിരുന്നു. തെറ്റ് ചെയ്താൽ അവൻ അനുതപിച്ചു എങ്കിൽ യൂദയ്ക്കും പത്രോസിനോടൊപ്പം വലതുഭാഗത്തെ കള്ളനോടൊപ്പം പറുദീസ ദൈവം നൽകുമായിരുന്നു. അനുതപിക്കുന്ന ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. ഒരുപക്ഷെങ്കിൽ കായീന് അനുഭവം ഉണ്ടായില്ല. കായീൻ സഹോദരനെ കൊന്നു കഴിഞ്ഞും അവരുടെ മനസ്സിൽ ഈ പറയുന്ന പശ്ചാത്താപം ഉണ്ടായില്ല. അതുകൊണ്ടെന്ന് പറയാൻ ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ. ഒരുപക്ഷെങ്കിൽ അനുദപിച്ചിരുന്നുവെങ്കിൽ, ദൈവമേ ഞാൻ തെറ്റു ചെയ്തു പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കായീന് പിന്നുണ്ടാകുന്ന യാതൊരു അനുഭവം ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ ദൈവം ക്ഷമിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അവന് അനുതാപം ഉണ്ടാകുവാൻ, പശ്ചാത്തപിക്കുവാനുള്ള ഒരു ഹൃദയം കായീനുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ സഹോദരങ്ങളെ, മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് നിരപ്പാകുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നോട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ബോധ്യമായാൽ നീ നിന്നെ ബലിപീഠത്തിന് വെച്ച് സമീപിച്ചിട്ട് അവനോട് പോയി ആദ്യം നിരന്നു കൊള്ളുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുവാൻ കഴിയണം. പശ്ചാത്തപിക്കുന്ന ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. കായീൻ അനുദപിച്ചിരുന്നെങ്കിൽ അവന് പൂർണ്ണമായും ദൈവം അവന് സമാധാനം നൽകുമായിരുന്നു, പൂർണ്ണമായി വിടുതൽ നൽകുമായിരുന്നു, അവന് ആശ്വാസം നൽകുമായിരുന്നു. അവന് പശ്ചാത്താപത്തോട് കടന്നു ചെന്നിരുന്നെങ്കിൽ അവന് പാപം അവന് ക്ഷമിച്ചു നൽകുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ഓർക്കുക, പശ്ചാത്തപിക്കുന്ന ഹൃദയവുമായി ദൈവസന്നിധിയിൽ ചെല്ലണം. കുറവുകളുണ്ടാകാം, തെറ്റുകളുണ്ടാകാം. ഏത് മനുഷ്യനാണ് പൂർണ്ണരായിട്ടുള്ളത്? ഈ പറയുന്നത് ഞാനും കേൾക്കുന്നത് നിങ്ങളും ആരും പൂർണ്ണരല്ല. പൂർണ്ണനായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണനായ ക്രിസ്തുവിന് സമീപം നമ്മുടെ അപൂർണതകളെ സമർപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ കേൾക്കുവാൻ മനസ്സുള്ളവനാണ് ദൈവം. അതുകൊണ്ട് ഓർക്കുക, കായീൻ്റെ ജീവിതത്തിൽ അനുദപിക്കുന്ന ഒരു ചിന്ത ഉണ്ടാകുവാൻ അവനിടയായില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അനുദപിക്കുന്ന ഹൃദയവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. നമ്മൾ കാണുന്നുണ്ടല്ലോ ദാവീദിൻ്റെ ചിത്രം. ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യൻ, പല മാരകമായ കുറവുകളും ഉണ്ടായിരുന്ന മനുഷ്യൻ ദാവീദ്.
ദാവീദ് പൂർണ്ണ മനുഷ്യനൊന്നും ആയിരുന്നില്ല. ഊരിയാവിൻ്റെ ഭാര്യയെ ബലപ്രയോഗത്തിൽ കീഴടക്കിയില്ലേ? എത്രയോ സ്ത്രീകളെ അന്തഃപുരത്ത് താമസിപ്പിച്ചില്ലേ? എത്രയോ പേരെ കൊന്നില്ലേ? എന്തായിരുന്നു? പക്ഷെങ്കിൽ ദാവീദ് കുറവുകളെക്കുറിച്ച് ബോധ്യമായപ്പോൾ അവൻ പശ്ചാത്തപിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നെ കനിഷ്ഠമായത് ഞാൻ ചെയ്തിരിക്കുന്നു, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. 51 സംഘത്തെ ദാവീദ് പ്രാർത്ഥിക്കുന്നില്ലേ? ഈ പ്രാർത്ഥനയാണ് ദാവീദിനെ ഒരു പുതു മനുഷ്യനായി മാറ്റിയത്. അതുകൊണ്ടാണ് അവന് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം ലഭിക്കുന്നത്. അനുതപിക്കുന്ന ഹൃദയവുമായി കടന്നു ചെല്ലുന്ന പാപിയെ സ്നേഹിക്കുന്ന ഒരു വലിയ യേശു ക്രിസ്തു, ഒരു വലിയ സ്നേഹനാഥൻ. ആ സ്നേഹനാഥനെ സമീപം ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? കായീന് കഴിയാതെ പോയത് നമുക്ക് സാധ്യമായി തീരട്ടെ. കായീൻ പശ്ചാത്തപിക്കുവാൻ മനസ്സില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവനെ ശപിച്ച് പറയുന്നു, അവൻ ഉഴലുന്നവനായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിന് അനുഭവം ഉണ്ടാകണം എന്ന് കായീൻ നമ്മളോട് ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി എന്തായിരുന്നു കായീന് ഹൃദയത്തിൻ്റെ പ്രത്യേകത? കായീൻ ദൈവമില്ലാത്ത ഹൃദയമുള്ളവനായിരുന്നു. അവൻ ദൈവമില്ലാത്ത ഹൃദയമുള്ളവനായിരുന്നു. ദൈവം അവന് മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ അവനെ പഠിപ്പിച്ച മാതാപിതാക്കൾ ആദമും ഹവ്വയും ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടാകാം. തങ്ങളെ സൃഷ്ടിച്ച കഥയും തങ്ങളെ അനുഭവിച്ച സന്തോഷവും ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന അനുഭവമൊക്കെ മക്കളോട് ആദമും ഹവ്വയും പറഞ്ഞു കൊടുത്തിരിക്കാം. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ ഇടമില്ലായിരുന്നു. എന്താ പറ്റിയത്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരിക്കലും മറ്റുള്ളവരെ കൊല്ലുവാൻ കഴിയില്ല. ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവം മനസ്സിൽ ഉണ്ടെങ്കിൽ മറ്റാരെയും ഉപദ്രവിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് കായീന് ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് ദൈവമില്ലാത്ത ഹൃദയമായിരുന്നു എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. അൺഗോഡ്ലി ഹേർട്ട്, ദൈവം വസിക്കാത്ത ഹൃദയം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ? ശാന്തമായി ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്തെല്ലാം തെറ്റുകൾ, കുറവുകൾ വന്നു പോയിട്ടുണ്ട്. ആ കുറവുകളുടെയൊക്കെ കാരണം ദൈവം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. കായീൻ ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ ദൈവം അറിയില്ല എന്നവൻ ചിന്തിച്ചിരിക്കാം. സഹോദരനെ കൊന്നാൽ ദൈവം അറിയില്ല എന്ന് കായീൻ ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടാകാം അവൻ കായീനെ കൊന്നിട്ട് ധൈര്യസമേതം കർത്താവിനോട് പറയുന്നത്, ഞാൻ നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്നത്. പക്ഷെങ്കിൽ ബൈബിൾ പറയുന്നല്ലോ, ദൈവം എല്ലാം അറിയുന്നു, ദൈവം നീതിയുള്ള ന്യായാധിപനാകുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇതൊക്കെ വായിക്കുന്ന വേദഭാഗങ്ങളല്ലേ? ദൈവം എല്ലാം അറിയുന്നു എന്ന് നമ്മൾ അറിയണം. കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ദൈവം അറിയുന്നു. നമ്മുടെ നന്മകളെ ദൈവം അറിയുന്നു, നമ്മുടെ സന്തോഷങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ ദുഃഖങ്ങളെ ദൈവം അറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. കായീനൊന്നും മറന്നുപോയി ദൈവം അറിയുന്നില്ല എന്ന് അവൻ ചിന്തിച്ചു പോയതാകാം അവൻ്റെ കുറവിൻ്റെ കാരണം. ദൈവമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു കായീൻ. അതുകൊണ്ടാണ് കായീൻ എന്ത് ചെയ്തത്? തെറ്റായ വഴിയെ തിരഞ്ഞെടുക്കുവാൻ, മരണത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുക്കുവാൻ, മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന വഴിയെ തിരഞ്ഞെടുക്കുവാൻ കായീന് ഇടയായത്. പ്രിയമുള്ളവരെ, ഈ കായീൻ്റെ വഴി നമ്മൾ മറന്നു പോകണം. കായീൻ്റെ വഴിയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവരായി ദൈവം വസിക്കുന്ന ഹൃദയത്തിന് ഉടമകളായി നാനും നിങ്ങളും മാറണം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, നമ്മൾ ഏർപ്പെടുന്ന വ്യാപാര മണ്ഡലങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, കായീൻ്റെ വഴിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. നമ്മളും വഴികൾ തിരഞ്ഞെടുക്കണം. പക്ഷേ കായീൻ്റെ വഴികളുടെ അവൻ്റെ ഈ വഴി തിരഞ്ഞെടുക്കുവാൻ അവനിടയായത് അവൻ്റെ കുറവുകളാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, എന്താണ് അവൻ്റെ കുറവ്? അവന് ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി ഉണ്ടായിരുന്നില്ല. ദൈവവിശ്വാസമില്ലാത്ത ഹൃദയത്തിനുടമയായിരുന്നു കായീൻ. അതുകൊണ്ടാണ് അവൻ പാപത്തിലേക്ക് വീഴുവാൻ ഇടയായത്. രണ്ടാമതായി, അനുദപിക്കുവാൻ മനസ്സില്ലാത്ത ഹൃദയത്തിനുടമയായിരുന്നു കായീൻ. കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അനുദപിച്ചാൽ മതിയായിരുന്നു. ദൈവം കേൾക്കുകയില്ലേ? അനുദപിക്കുവാൻ മനസ്സില്ലാത്തവനായിരുന്നു കായീൻ. മൂന്നാമതായി, ഹൃദയത്തിൽ ദൈവത്തിന് ഇടം നൽകാത്തവനായിരുന്നു. ദൈവമില്ലാത്ത ഹൃദയമായിരുന്നു കായീൻ്റേത്. ഈ 3 കുറവുകൾ കായീന് സംഭവിച്ചത് എന്തുപറ്റി? അവൻ വലിയ തെറ്റിലേക്ക് വീഴുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, നമുക്കും ഈ കായീൻ്റെ വഴിയെ വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ കഴിയണം. ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ചെയ്യണം. വിശാലമായ വഴി പാപത്തിലേക്കുള്ള വഴിയാണ്. ഇടുങ്ങിയ വഴിയിൽ കൂടി, നല്ല വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ എനിക്കും നിങ്ങളും കഴിയുമോ?
പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ നല്ല വഴികളെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. കയ്യിൻ്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഹൃദയത്തിൽ ഇടം നൽകി പശ്ചാത്തപിക്കുന്ന ഹൃദയവുമായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ കായിക പക്ഷെങ്കിൽ അതിനുശേഷം സംസാരിക്കുമ്പോൾ കാണുന്നത് കാര്യം പശ്ചാത്തപിക്കുന്നത് വായി നമ്മളോടും ഈ ഒരു ചിന്ത പറയുന്നു. നമുക്കും ദൈവം കടന്നെല്ലാം കായിൻ്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവ വഴിയെ സ്വീകരിക്കാം. കായിൻ്റെ വഴി എന്തായിരുന്നു? തിന്മയുടെ വഴിയായിരുന്നു. ദൈവത്തിങ്കിലേക്കുള്ള വഴിയോ നന്മയുടെ വഴിയാണ്. ആ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ. കായിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കണം. അങ്ങനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്താപവുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവമേ, നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ. നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ, നല്ല വഴിയിൽ കൂടെ സഞ്ചരിച്ച് നിന്നെ കണ്ടെത്തുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് നിലവിളിക്കാം. ആ നിലവിളി കേൾക്കുന്ന കർത്താവിനുമ്പാകെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി കടന്നു ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കയ്യിൻ്റെ വേള ഉപേക്ഷിക്കുവാൻ, കയ്യിൻ്റെ വഴിയിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.